എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവ്വവ്യാപിയായ ദൈവം, മരിച്ചുയർത്ത കർത്താവ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയമാവർത്തനം 4:7 തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഇത്ര സമീപസ്ഥനായ ഒരു ദൈവം മറ്റെവിടെയുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സമീപസ്ഥനായി നമ്മുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം വരുന്നു, ഒരു നവീകരണം വരുന്നു, ഒരു രൂപാന്തരീകരണം വരുന്നു. നമ്മൾ യേശുവിൽ പുതിയ സൃഷ്ടിയായി മാറുന്നു. പാപ ദുരാശകളാൽ മലിനപ്പെട്ട നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാനുള്ള ദൈവശക്തി അഭിഷേകം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിൽ ചിലർക്ക് ഉദര സംബന്ധമായ അസുഖം, അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ മണിക്കൂർ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു, കഴിഞ്ഞ് ഈ മണിക്കൂറിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. വയറ്റിലെ അസ്വസ്ഥതകൾ മാറി. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ, ഒന്ന് എഴുന്നേറ്റുന്നേ. ഈ കഴിഞ്ഞ മണിക്കൂർ വരെ ഉണ്ടായിരുന്ന ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഇപ്പോൾ ഇതാ വിട്ടുമാറിയിരിക്കുന്നു. അവർ 2 കൈകളും ഉയർത്തി കൈവീശി കാണിക്കണം. 2 കൈയും ഉയർത്തി. അകലെയുള്ളവർക്ക് എന്നെ കാണണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത് എഴുന്നേറ്റ് നിൽക്കണം. ധൈര്യമായിട്ട് സൗഖ്യം കിട്ടിയവര് ഒറ്റ പേടിയും പാടില്ല. 2 കൈയും ഉയർത്തി നന്നായിട്ട് വീശി കാണിക്കുക. 2, 4, 6, 8, 9. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. 3 പേരുടെ വിവാഹ തടസ്സം മാറുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് വിവാഹ തടസ്സം മാറുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെ തടസ്സം മാറുന്നത്? നമുക്കൊരു മാനസാന്തരം ഉണ്ടാകുമ്പോഴാ. നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവതിരുവിഷ്ടം അന്വേഷിക്കുക, ദൈവതിരുവിഷ്ടം അനുസരിക്കുക. ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൈകളും ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം
നമ്മുടെ മേൽ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കൈ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ കുറിച്ചുള്ള ദൈവ തിരുവിഷ്ടം മനസ്സിലാക്കുന്ന, മറ്റുള്ളവരെയും ദൈവ തിരുവിഷ്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദൈവിക ജ്ഞാനം 76 പേർക്ക് ഒരു വരമായി, മറ്റുള്ളവരെ കൂടെ സഹായിക്കാനായി കർത്താവ് നൽകുന്നു. 76 പേർക്ക് ദൈവിക ജ്ഞാനത്തിന്റെ വരം. പക്ഷെ ഒരു കാര്യം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടണം, വളരണം. ഓരോ ദിവസത്തിനും 24 മണിക്കൂറുണ്ട്. അതൊരു സൗജന്യദാനമല്ലേ? ആണോ? ആണോ? നാളെ ജീവിച്ചിരിക്കും എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ദൈവം ജീവൻ നൽകിയാൽ മാത്രം. അപ്പോൾ ആ 24 മണിക്കൂറിന്റെ എത്ര മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ, ദൈവവചനം പഠിക്കാൻ, വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാൻ, നല്ല നോട്ട് എടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ 24 മണിക്കൂറിൽ എത്ര മണിക്കൂർ മാറ്റിവെക്കുന്നുണ്ട്? സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒരാളാണ് സെന്റ് ബെനഡിക്ട് താപസന. അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 24 മണിക്കൂറിൽ 8 മണിക്കൂർ ജോലി വേലകൾക്കായിട്ട് ഉപയോഗിച്ചുകൊള്ളുക. ഇന്റർനാഷണൽ ടൈം ഫോർ വർക്ക്. 8 മണിക്കൂർ. 8 മണിക്കൂർ വിശ്രമിക്കാനും ഉറങ്ങാനും തിന്നാനും കുടിക്കാനും ഒക്കെ ആയിട്ട് വിനിയോഗിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. 8 മണിക്കൂർ ഇനിയുമുണ്ട്. അത് ദൈവാരാധനയ്ക്കായിട്ട് മാറ്റിവെക്കുക. സെന്റ് ബെനഡിക്റ്റിന്റെ ശിഷ്യന്മാരിലാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധരും മാർപ്പാപ്പമാരും ഉണ്ടായിട്ടുള്ളത്. 1/3 സമയം ദൈവത്തിനായിട്ട് കൊടുക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 3 6 കൊടുക്കുക. അപ്പൊ 24ന്റെ 6 എന്തുമാത്രം വരും? 4 മണിക്കൂർ വരും. പ്രൈസ് ദി ലോർഡ്. സാധിക്കുന്നവരെല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ദൈവവും കർത്താവും നാഥനുമായി ഈശോയുടെ തിരുശരീരം തിരുരക്തം സ്വീകരിക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ. പറ്റുകയല്ലെങ്കിൽ വേണ്ട. പ്രൈസ് ദി ലോർഡ്. സാധിക്കുമെങ്കിൽ 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുകയോ ഒരു കസേരയിലോ സൗകര്യമുള്ള സ്ഥലത്ത് ഇരിക്കുക. കുർബാന, തിരുവോസ്തി സമം ഈശോ. ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പല വിചാരം പോലെ ഒരുപാട് കാര്യങ്ങൾ വരും. അനേകം പേരുടെ കാര്യം ഓർക്കും. അങ്ങോട്ടെല്ലാം പാപമോചനം ദൈവം അയക്കും. പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കും. തിരുരക്തത്തിന്റെ കഴുകൽ ദൈവം അയക്കും. നമ്മൾ 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ ചുറ്റുമുള്ള അനേകായിരങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അച്ഛൻ പറഞ്ഞതാണ്. അച്ഛന് ഞായറാഴ്ച പള്ളി നിറച്ച ആൾക്കാരുണ്ട്. ഇട ദിവസം മലബാറിലുള്ള അച്ഛനാണ്. 10-12 വരുള്ളൂ. അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും 1 മണിക്കൂർ ആരാധന വെക്കാൻ തുടങ്ങി. അച്ഛൻ തന്നെ ഇരിക്കാമല്ലോ. ഓരോരുത്തർ കൂടി ഇട ദിവസം പള്ളി വരുന്നവരുടെ എണ്ണം 700 കൈ കൊട്ടിക്കുക നിങ്ങൾ. 10 പേര് വന്നിടത്ത് 700 വളർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ അറിയുന്നുണ്ട്, ചില അച്ഛന്മാർ കുർബാനയ്ക്ക് മുമ്പ് 1/2 മണിക്കൂർ കുർബാന എഴുന്നള്ളിച്ചു വെക്കും. ചിലര് 1/2 മണിക്കൂർ കഴിഞ്ഞ് 5-10 പേരെ കാണുള്ളെങ്കിലും കുർബാനയ്ക്ക് വരുന്നവരുടെ എണ്ണം പെട്ടെന്ന് ഡബിൾ ആകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സമയം കൊടുക്കണം. ഒരു 1-2 മണിക്കൂർ ബൈബിളോ അതുപോലെയുള്ള നല്ല പുസ്തകങ്ങളും വായിച്ച്, വചനോത്സവം മാസികയുണ്ട്, ഡിവൈൻ വോയിസ് ഉണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട വചനം കാണുമ്പോൾ ഒന്ന് കുറിച്ചെടുക്കുക. നമ്മളെ സ്പർശിക്കുന്ന വചനം, അതാണ് നമുക്കുള്ള സുവിശേഷം. അങ്ങനെയുള്ള വചനങ്ങൾ കുറിച്ചെടുത്ത് 3-4 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് ഈ വചനത്തിന്റെ ശക്തിയാല്, അനന്തശക്തിയാൽ ചുറ്റുമുള്ളൊരു 10,000 പേരെ അനുഗ്രഹിക്കണേ. അതെന്താ 10,000 പേരെ? സങ്കീർത്തനം 91:7 ഇപ്രകാരം നാം വായിക്കുന്നു:
ആയിരങ്ങൾ നിന്റെ വലതുഭാഗത്തും 10,000 നിന്റെ ഇടത്തുഭാഗത്തും വീഴും. നീ ഒന്ന് പതിവായിട്ട് പ്രാർത്ഥിച്ചേ. ചുറ്റും 10,000 പേരെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവമക്കളാക്കണമേ. യേശുവിന്റെ പ്രേക്ഷിതരാക്കണമേ. സങ്കീർത്തനം 91:7 പറയുന്നത്, ആയിരങ്ങൾ നിന്റെ വലത്തുഭാഗത്തും 10,000 നിന്റെ ഇടത്തുഭാഗത്തും വീഴും. എൻ്റെ അപ്പനും അമ്മയും പ്രായാധിക്യത്തില് മരണത്തെ സമീപിച്ച് കഴിയുന്ന കാലത്ത് എനിക്ക് എല്ലാ ദിവസവും മലബാർ വരെ പോയി അവിടെ പോയി ഇരിക്കാൻ പറ്റുകയില്ല. 3 മാസത്തിൽ ഒരിക്കലൊന്ന് പോയി അവരെ കണ്ട് ഒരു രാത്രി അവരുടെ കൂടെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോരും. പക്ഷെ അവരെക്കുറിച്ചുള്ള ഓർമ്മ പലപ്പോഴും മനസ്സിലേക്ക് വരും. ഒന്നുമില്ലായ്മയിൽ നിന്ന് ജനിപ്പിച്ച് വളർത്തി പരിശീലിപ്പിച്ചത് അവരാണ്. അവരെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പൊ കർത്താവ് ഒരു പുതിയ പ്രാർത്ഥന പറഞ്ഞു തന്നു. മാതാപിതാക്കന്മാര് അവശതയിൽ കഴിയുന്ന എൻ്റെ അപ്പനെയും അമ്മയെയും പോലെയുള്ള ഒരു 50,000 പേരെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നല്ല മരണം കൊടുക്കണമേ. ഒരു വലിയ പ്രേക്ഷിത പ്രാർത്ഥന കർത്താവ് പറഞ്ഞു തന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കള്, പ്രിയപ്പെട്ടവര് ജോലിക്ക് പോയിരിക്കുന്നു, പഠിക്കാൻ പോയിരിക്കുന്നു. എൻ്റെ കൊച്ചിനെ നന്നാക്കണമേ, എൻ്റെ ഭർത്താവിനെ നന്നാക്കണമേ, ഒരു കുഴപ്പവും വരരുതേ എന്നല്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ മകൾ, എൻ്റെ മകൻ പഠിക്കാൻ പോയിരിക്കുന്ന സ്ഥലം, ചുറ്റുമുള്ള 1000 പേരെ, ചുറ്റുമുള്ള 10,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിനത് കേൾക്കാൻ ഇഷ്ടമാണ്. 1 യോഹന്നാൻ 1:7 പറഞ്ഞ എല്ലാവരും. 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധമാക്കും. അവരെ കഴുകി ശുദ്ധമാക്കും. ഫ്രാൻസിൽ കർത്താവ് നൽകിയ പ്രവചന സന്ദേശമുള്ള ഒരു പുസ്തകം വായിച്ചപ്പോൾ വായിച്ചൊരു വാചകം ഇതാണ്: രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്. ഉടനെ ഞാൻ അത് കുറിച്ചു വെച്ചു. അത് പറയുമ്പോ വിശ്വാസം ഉണരുന്നു. രക്ഷിക്കാനുള്ള എന്റെ രക്തത്തിന്റെ ശക്തി അനന്തമാണ്. പ്രവചനത്തിലൂടെ കർത്താവ് പറയാണ്, the saving power of my blood is infinite. ഈ ബ്ലഡിലേക്ക്, ഈ തിരുരക്തത്തിലേക്ക് 543 പാർലമെന്റ് അംഗങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട 1,000 പേര്. അപ്പൊ 5 ലക്ഷമായി. രാഷ്ട്രീയ നേതാക്കളെ ആ തിരുരക്തം കൊണ്ട് കഴുകാം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാം, പാർലമെന്റിനെ തിരുരക്തം കൊണ്ട് വലയം ചെയ്യാം. രാജ്യസഭ 250 പേര്, അവരുമായിട്ട് ബന്ധപ്പെട്ട 1000 പേര്, 2.5 ലക്ഷമായി. കേരള നിയമസഭ 141 പേര് പ്ലസ് 140 എന്ന് പറഞ്ഞ അടുത്ത ഇലക്ഷൻ പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലിരിക്കും. അവരുമായിട്ട് ബന്ധപ്പെട്ട 1000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ. 1.5 ലക്ഷമായി. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കാൻ ദൈവമായ കർത്താവ് കാത്തിരിക്കുന്നു. എൻ്റെ സ്വന്തം കാര്യം സാധിച്ചു തരണേ, അയ്യോ ഭാവേ എന്ന് പറയുന്ന പ്രാർത്ഥന കേൾക്കാനല്ല കർത്താവ് കാത്തിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള 10,000 പേർക്ക്, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന 50,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണട ഉപയോഗിക്കുന്ന 2 പേർക്ക് ഇനി കണ്ണട ഉപയോഗിക്കേണ്ടി വരില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇതുവരെ സുഖപ്പെടാതിരുന്ന, കഴിഞ്ഞ മണിക്കൂർ വരെ സുഖപ്പെടാതിരുന്ന കഴുത്തുവേദന കഴിഞ്ഞ ഇന്റർവ്യൂ കയറുമ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നിരുന്ന കൈപൊക്കിയെ. കഴുത്തിരിക്കാൻ പ്രയാസം, കഴുത്തുവേദന കഴിഞ്ഞ ഇന്റർവ്യൂല് കഴിഞ്ഞ് കയറുമ്പോഴും. അവരൊന്ന് എഴുന്നേറ്റ് വന്നേ. ആ കഴുത്തുവേദന ഒന്ന് കഴുത്തൊക്കെ ഒന്ന് തിരിച്ചു നോക്കിയേ. കഴുത്തുവേദന മാറിയോന്ന് നോക്കിയേ. മാറിയെങ്കിലൊന്ന് കൈ വീശി കാണിച്ചേ. 2 കൈയും ഉയർത്തണം. മാറിയെങ്കിൽ 2 കൈയും ഉയർത്തി വീശി കാണിക്കുക. കഴുത്തുവേദന മാറിയെങ്കിൽ. 5 പേര് കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിവ്, ശ്വാസ തടസ്സം 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക.
ഹല്ലേലൂയ. വയറുവേദന, അൾസർ രോഗം 7 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. കൈകാലികൾക്ക് എപ്പോഴും മരവിപ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. കൈകാലികൾക്ക് മരവിപ്പ്. അവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഇതിന് സൗഖ്യം കിട്ടിയോന്ന് നോക്കിക്കേ. തിരിച്ചറിയാമെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്ന മരവിപ്പ് ഇപ്പം മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ടോന്ന് നോക്കുക. ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കൈവീശി കാണിക്കുക. കൈകാലികൾക്കുള്ള മരവിപ്പ് ഒന്ന് കൈവീശി കാണിച്ച അവര്. മറ്റുള്ളവരിരുന്നു. ഹല്ലേലൂയ. 8 പേർക്ക് അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അത്ഭുതകരമായ രോഗശാന്തിയുടെ മുമ്പിൽ നമുക്കൊരു അന്വേഷണ ബുദ്ധി വേണം. ഇത് എവിടുന്ന് വരുന്നത്? അങ്ങ് ദൂരെ നിന്ന്, റോമിൽ നിന്ന് വരുന്നതല്ല, അമേരിക്കയിൽ നിന്ന് വരുന്നതല്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദൈവവും കർത്താവും ആയ യേശു ക്രിസ്തു തന്റെ പീഡാനുഭവം വഴി, കുരിശുമരണം വഴി നേടിയെടുത്തതാ. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2:23-24 പറയുകയാണ്, നമ്മുടെ പാപവും അതിന്റെ ശിക്ഷയും നമ്മുടെ രോഗവും വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു 50 പ്രാവശ്യം എന്ന് പറയുമ്പോൾ പല രോഗങ്ങളും വിട്ടുപോകും. അവന്റെ മുറിവിനാൽ 50 100 ഇരുന്നോട്ട് കുഴപ്പമില്ല. ഇന്നും നാളെയും ആയിക്കോട്ട് കുഴപ്പമില്ല. വചനം ആവർത്തിച്ചു പറയുമ്പോൾ രോഗസൗഖ്യം കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തില് യെശയ്യാ പ്രവാചകൻ ഒരു ദർശനമുണ്ടായി. ആദ്യം സുന്ദരനായ യുവത്തിടമ്പായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എത്ര മനോഹരം! പെട്ടെന്ന് യെശയ്യാ വിലപിക്കാൻ തുടങ്ങി. അയ്യോ, അവന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ടല്ലോ, അവൻ ദുഃഖത്തിനടിമയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അത്രമാത്രം മുറിവേറ്റ് വിരൂപനായി തീർന്നു സുന്ദരനായ ചെറുപ്പക്കാരനായ യേശു. യെശയ്യാ പ്രവാചകൻ താൻ കണ്ട ദർശനത്തെ കുറിച്ച് ഇങ്ങനെ തുടർന്നെഴുതി. യെശയ്യാ 43:4, അവൻ നിന്ദിക്കപ്പെട്ടു, വസ്ത്രം ഉരിഞ്ഞു മാറ്റി 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളിൽ ദൈവപുത്രനെ കുരിശിൽ തറച്ചു. അവൻ നിന്ദിക്കപ്പെട്ടു, ആരും അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ ദണ്ഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എത്ര അത്ഭുത രോഗശാന്തികളാണ് ക്ഷണനേരം കൊണ്ട് ഈ നാളുകളില് നമ്മൾ കാണുക. പ്രൈസ് ദി ലോർഡ്. അത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപവും രോഗവും വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറിയപ്പോൾ നേടിയെടുത്ത ആ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ തൊട്ടടുത്തുണ്ട്. ദൈവവുമുണ്ട്. കഴിഞ്ഞ ഏതെങ്കിലും ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ മുൻകോപം മാറിക്കിട്ടിയ
ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേ. മുൻകോപ ബന്ധനം മാറി കിട്ടിയവര്. പണ്ടത്തെ പോലെ കോപം ഇപ്പൊ ഇല്ല. അവരൊന്ന് കൈ ഉയർത്തിക്കേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇതാ ഈ സമൂഹത്തിൽ 15 പേരുടെ മുൻകോപം കർത്താവ് മാറ്റുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കാം. കാൽ മുട്ടുവേദന, കാൽമുട്ട് വളയ്ക്കാൻ പ്രയാസം, ഇതുണ്ടായിരുന്നവരൊക്കെ കൈ ഉയർത്തിക്കേ. കാൽമുട്ടുവേദന, കാൽമുട്ട് വളയ്ക്കാൻ പ്രയാസം, ഇതുണ്ടായിരുന്നവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കാൽമുട്ടൊന്ന് അനക്കി നോക്കിക്കേ. കാലൊന്ന് മടക്കി നോക്കിക്കേ. ആർക്കൊക്കെയാണ് ഈ രോഗശാന്തി ഇപ്പോൾ തിരിച്ചറിയുന്നത് അവർ കൈ ഉയർത്തി കാണിക്കുക. കാൽമുട്ട് വേദന മാറുന്നു. കാല് വളയ്ക്കാൻ പ്രയാസമില്ല. അവരൊന്ന് കൈ ഉയർത്തി കൈവീശി കാണിക്കുക. കൈ ഉയർത്തി കൈവീശി കാണിക്കുക. മറ്റുള്ളവർ തൽക്കാലം കൂടി ഇരിക്കുക. കൈ ഉയർത്തുന്നവര് 2 കൈയും ഉയർത്തി കൈവീശി കാണിക്കുക. നന്നായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. 11 പേർക്ക് കാൽമുട്ട് വേദന സുഖപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ ഇവിടെ വന്ന ശേഷം പല വിഭാഗത്തിലുള്ള രോഗങ്ങൾ സുഖപ്പെട്ടവര് എഴുന്നേൽക്കാൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റവരെല്ലാവരും ഒന്നുകൂടി എഴുന്നേറ്റ്. ഏതെങ്കിലും വേദന സാക്ഷ്യപ്പെടുത്താൻ എഴുന്നേറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഏതെങ്കിലും രോഗപീഠ വിട്ടുമാറി അത് സാക്ഷ്യപ്പെടുത്താൻ എഴുന്നേറ്റവരെല്ലാം മുൻനിരയിലേക്കൊന്ന് വന്നേ. ഏറ്റവും മുൻനിരയിലേക്കൊന്ന് വന്നേ. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗം പോരെ, ഒരുപാട് ആലോചിച്ച് പിടിക്കണ്ട. ഒരു ലൈനായിട്ട് 2 ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുൻനിരയിൽ വന്ന് നിൽക്കുക. ഇത് ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള ഒരു സന്ദേശം കൂടിയാണ്, നമുക്കും നമ്മെ പോലെയുള്ളവർക്കും. എന്താണ്? നമ്മുടെ മധ്യത്തിൽ ഒരു ജീവിക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, സുഖപ്പെടുത്തുന്ന ദൈവമുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന ദൈവമുണ്ട്. ഇതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇത്രയും പേര്. ഇതുപോലെ ഇനിയും ഒരുപാട് മേഖലയിൽ സുഖപ്പെട്ടവര് അവിടെ ഇരിപ്പുണ്ട്. അവര് നിങ്ങൾ 2 കൈയും ഉയർത്തി ഒന്ന് കൈവീശിക്ക്. ഇവിടെ വന്നിരിക്കുന്നവര് 64 പേരാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ നമ്മുടെ മുമ്പിൽ നിന്ന് കൈ ഉയർത്തി കൈ വീശി കാണിക്കുന്നത്. കൈ അടിച്ചു കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. 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 എല്ലാവർക്കും ചിലര് 5 കൊല്ലത്തിലധികം പഴക്കമുള്ള വേദന സുഖപ്പെട്ടവരാണ്. അവർ കൈപൊക്കി കാണിച്ച്. 5 കൊല്ലത്തിലധികം പഴക്കമുള്ള വേദനകൾ സുഖപ്പെട്ടവര് കൈവീശി കാണിച്ച്. നന്നായിട്ട്. 10 പേര് കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. 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 എല്ലാവരും ഏറ്റു പറയുക. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അത്ഭുത രോഗശാന്തി നിലനിൽക്കുന്നത്. അത്ഭുത രോഗശാന്തി ദൈവം നൽകിയിരിക്കുന്നതിന്റെ ഉദ്ദേശം അവസരം കിട്ടുമ്പോഴൊക്കെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ജീവിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ലോകം മുഴുവനും അറിയണം. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. യെശയ്യാ പ്രവചനം 55:1. ദാഹാർത്തരേ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി കുടിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കു കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി
ഒരു ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആഹാരത്തിന് വേണ്ടി അല്ലാതെ എന്തിനെങ്ങനെ അധ്വാനിക്കണം? എന്താണ് ആഹാരം? ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തൽ, ദൈവിക ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഒരു വലിയ ജനാവലിക്ക് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാര്, അതിൽ കൂടുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും കാണും, ഭക്ഷണം സമൃദ്ധമായി കൊടുത്തു. മിച്ചമുള്ളത് 12 കുട്ട നിറയെ ശേഖരിച്ചു. പിറ്റേ ദിവസം ഏതാനും പേര് ഈശോയെ അന്വേഷിച്ചു വന്നു, കണ്ടില്ല. അവർ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു വന്നു, കണ്ടില്ല. അവർ ഒരു വഞ്ചി എടുത്ത് കായലിന്റെ മറുകര ചെന്നു, അവിടെ കണ്ടു. യേശുവിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ, നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു. ഉടനെ കർത്താവ് പരഹൃദയ ജ്ഞാനത്തോടെ പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ട് വന്നതല്ല, ഇന്നലെ തിന്ന അപ്പത്തിന്റെ രുചി ഓർത്ത് വന്നതാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, നശ്വരമായ അപ്പത്തിനു വേണ്ടി, നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അതാണ് നിത്യജീവന് വേണ്ടി അധ്വാനിക്കണം. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കുകയും അവരൊന്ന് എഴുന്നേറ്റ് വന്നേ കാണട്ടെ. മരിച്ചു കഴിഞ്ഞ്, മരിക്കാൻ പലർക്കും ഇഷ്ടം കാണാൻ വഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഒരു കൈ സ്വർഗത്തിലേക്ക്, മറ്റേ കൈ നരകത്തിലേക്ക് തൂങ്ങി കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പരിപൂർണ സമർപ്പണത്തിന്റെ അടയാളം 2 കൈയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. കൈ തത്തിയിടുക. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു ചെറിയ എക്സർസൈസ് ഞാനിപ്പോൾ പറയാം, ഇരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും 1 2 3 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം സ്വർഗത്തിലേക്ക് ഒന്ന് ചാടണം നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ 1 2 3ക്ക് ചാടണ്ട, അല്പ സ്ഥലമൊക്കെ ഒന്ന് ഒരുക്കിക്കോ. വേറുള്ളവരുടെ മേത്തൊന്നും ചാടണ്ട. ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ അവർ മാത്രം ഇരിക്കാം, അല്ലാത്തവരൊക്കെ പാപത്തെ ഗർഭം ധരിച്ചിരിക്കുന്നവർക്കൊക്കെ ചാടാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ ചാട്ടത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി, പൈശാചിക പീഡ വിട്ടുമാറി, രോഗപീഡ വിട്ടുമാറി, വേദന വിട്ടുമാറി എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അടുത്ത ചാട്ടം അവസാനത്തെ ചാട്ടോ, പിന്നെ നിങ്ങൾ സങ്കടപ്പെടും, ചാടിയില്ലല്ലോ, മണ്ടത്തരം പറ്റിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ 1 2 3 എന്ന് പറയും. അടുത്ത ചാട്ടം 10 പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്. 1 2 3 1 2 3 4 5 6 7 8 9 10. നന്നായിട്ട് ചാടിയവരൊക്കെ കൈപൊക്കിക്കേ. കൈ താത്തിയിട്ട്. ഒരു പുതിയ സന്തോഷം കിട്ടിയവര് കൈപൊക്കിക്കേ. ഒന്ന് കൈ അടിച്ചവര്, പുതിയ സന്തോഷം കിട്ടിയവര്. ഇത് വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ കിട്ടുകയില്ല, കുഞ്ഞുങ്ങളെ പോലെ ചാടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്നമ്മ. കാല് നീരായിരുന്നു, കാല് മുട്ട് താഴേക്ക് നീരായിരുന്നു, കാൽ മടക്കാൻ വെള്ള വേദനയായിരുന്നു, സോക്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇപ്പം വേദന കുറഞ്ഞു. മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, 1 വർഷമായി. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ മാറിയതാ. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ.
തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും.